സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. ഷാഫി പറമ്പിലും പാറയ്ക്കൽ അബ്ദുള്ളയും പുറത്തിറങ്ങി നടക്കണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചാൽ പുറത്തവരിറങ്ങില്ല. പറഞ്ഞത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. അപ്പൊ ഞാൻ കണക്കാക്കി ചുമ്മാ ആരെങ്കിലും ഒക്കെ പേരിൽ വെറുതെയെങ്കിലും ഇങ്ങനെ ഫേസ്ബുക്കിലും മറിച്ചിലും ഓരോരുത്തർ ഇതിടും. അപ്പൊ അങ്ങനെ വിട്ടതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ പിന്നീടാണ് ഞാൻ ഇയാളുടെ ഈ പ്രസംഗം തന്നെ കേട്ടത്. എന്താ ചെറ്റത്തരമാണ് പറയുന്നത്. ഇവൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? മെഹബൂബ് ഇവൻ AK ബാലന്റെയും വിജയരാഘവന്റെയും മകനാണ്, ഇനി തന്തയാണാ എന്നറിഞ്ഞൂടാ. കാരണം ഇവിടെ CPM-ലെ ഏറ്റവും വലിയ രണ്ട് വർഗീയവാദികളാണ് AK ബാലനും വിജയരാഘവനും. അവരെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ എന്ത് അങ്ങ് പറയാം, അവരുടെ തലേ കയറുന്ന മേയം എന്നാണ് അവരൊക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. പറയാണ് കേരളം ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്താ ചെറ്റത്. ഇലക്ഷന് മുമ്പും അങ്ങനെ തന്നെ പറഞ്ഞത്. മുസ്ലിം ലീഗ് ഭരിക്കും, ജമാഅത്തെ ഇസ്ലാമി ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കും ഏത് രീതിയിൽ ഭരിക്കണമെന്ന്. അപ്പൊ എന്ത് ചെറ്റത്തിനും വിളിച്ചു കൂവുകയാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്ന ഈ എന്താണ് ധാർമ്മികതയും ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും എന്താണ്? അതായത് ആശയം കൊണ്ട് നിങ്ങൾ നേരിടണം. നിങ്ങൾ നേരത്തെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി, കാഫർ ഷോട്ട് ഉണ്ടാക്കി, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇലക്ഷൻ മുമ്പ്, ഏതെല്ലാം രീതിയിലാണ്. നിങ്ങൾ ഇതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ഇങ്ങനെ ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? UDF ഭയക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ 10 വർഷം കേരളം ഭരിച്ചില്ലേ. ഇപ്പതാ 1 മാസേ ആയോളൂ സതീശൻ കയറിയിട്ട് മുഖ്യമന്ത്രിയായിട്ട്. ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്നതെന്ന് പിണറായി പോലും അന്തം വിട്ടു. എനിക്കെന്തേ ഇതിനൊന്നും നേരത്തെ ചിന്തിച്ചില്ല. മോഹൻലാലും നമ്മുടെ ശ്രീനിവാസനും കൂടെ പറയുന്ന പോലെ, ഏതാ ഒരു സിനിമയിൽ പറയുന്ന പോലെ, എന്തുകൊണ്ട് ഇതൊന്നും നമുക്ക് നേരത്തെ തോന്നിയില്ല എന്നിപ്പോ ചിന്തിച്ചു നടക്കണം. കാരണം അതിന് സമയമില്ലായിരുന്നു. മോഷ്ടിക്കാനും ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം കൈയടക്കാനൊക്കെ ഒന്നെങ്കിലും, സ്വർണമായിരുന്നാലും വെള്ളിയായാലും എങ്ങനെ അടിച്ചു മാറ്റാമെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടെന്ന സഖാക്കൾക്ക്, അല്ലെങ്കിൽ മോഡിയെ തേച്ചിടുന്ന സഖാക്കൾക്ക് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടാവുന്നത്. അപ്പൊ ഉണ്ടാവുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാണ്, വർഗീയ കാർഡ് ഇറക്കിയാണ്. നിങ്ങൾ ഇനി എന്തെല്ലാം ഇറക്കിയാൽ, അതായത് പിണറായി വിജയനായിരിക്കും കേരളത്തിലെ അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിന് അടിവരയിടേണ്ടവരെല്ലാം തെമ്മാടിത്തരം പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. പാറയ്ക്കൽ അബ്ദുള്ളയും ഷാഫി പറമ്പിലും പുറത്തിറങ്ങണമെങ്കിൽ ഇവന്റെയൊക്കെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എത്ര വിവരമുണ്ടാ. ഈ മെഹബൂബ് എന്ന് പറഞ്ഞ ഇടത്തെണ്ടി, നീ ഇറങ്ങണമെങ്കിൽ ബാക്കിയുള്ളവരുടെ കാരുണ്യം വേണ്ടേ? നീ ഇറങ്ങൂ പുറത്ത്. നീ ആര് ഗുണ്ടാത്തലവനാ? എത്രയോ ഗുണ്ടാത്തലവൻ വഴിയിൽ വെട്ടേറ്റ് മരിച്ചു വീഴുന്നു. അപ്പൊ ഈ ഗുണ്ടാത്തലവന്മാർക്ക് എല്ലാം അവസാനം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് മരണം. അതായത് ഗുണ്ടാത്തലവൻ എങ്ങനെയാണ് മരിക്കുന്നത്? അവൻ എന്തെല്ലാം ഗുണ്ടാ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് തന്നെ അവനും മരിക്കും. അപ്പൊ അതുകൊണ്ട് നീ ആളുകളെ ഭീഷണിപ്പെടുത്തരുത്. ഇവിടെ ജനാധിപത്യ രാജ്യമാണിത്. ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നും അല്ല. നിനക്ക് ഇഷ്ടമില്ലാത്തവനെ അങ്ങ് കൊന്നുകളയാൻ. നിങ്ങളൊക്കെ 52, 48 വെട്ടി ആളുകളെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ കൊന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അങ്ങ് ഇല്ലാതാക്കി കളയാന്ന് പറഞ്ഞാൽ ഇനി ഇരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്ന UDF ആണ്. നിന്നെ വേണമെങ്കിൽ അകത്താക്കും, പിണറായി വിജയനെ വേണമെങ്കിൽ അകത്താക്കും. അപ്പൊ അതുകൊണ്ട് നീ കൂടുതൽ വിളയരുത്. നീ അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ നീ ജനാധിപത്യപരമായ രീതിയിൽ സംസാരിക്കുക. അത് നീ പഠിക്കുക. ഇല്ലെങ്കിൽ നിന്റെ സ്ഥാനം എന്ന് പറയുന്ന ജയിലറയായിരിക്കും. അപ്പൊ നീ അത് മനസ്സിലാക്ക്. സംഘപരിവാറുകാർ നിന്നെയൊക്കെ നോട്ടം വിട്ട് നടക്കുകയാണ് ഏത് രീതിയിൽ നിന്നെയൊക്കെ അകത്താക്കാന്ന്. അപ്പൊ നിന്നെയൊക്കെ രക്ഷപ്പെടുത്തണമെന്നിൽ ഇനിയിപ്പോ UDF വിചാരിച്ചാലേ ഒക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇപ്പൊ പിണറായി വിജയന്റെ മകളെ വീട്ടിൽ റെയ്ഡ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങള് പിണറായി വിജയന്റെ മകളെ വീട്ടിൽ റെയ്ഡ് ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് കാര്യം? അവിടെ പോയി ED പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ എത്ര 25 സഖാക്കളും കണ്ട അകത്തല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കും? എന്ത് ചെയ്യാനൊക്കും? മോഡി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലായിരുന്ന? എന്തെങ്കിലും ചെയ്യാനൊക്കും നിങ്ങളെ കൊണ്ട്? അതൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിയമം എങ്ങനെയാണ്, നിയമം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തേൻ പിണറായി വിജയൻ പുറത്തു വന്ന് എന്താണ് പറഞ്ഞത്? സഖാക്കള് അവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, കുത്തിത്തിരിപ്പും ഉണ്ടാക്കി, പ്രശ്നങ്ങളും സമരവും ബഹളവും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അവസാനം പിണറായി വിജയൻ എന്ന് പറയാണ്, എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടുമില്ല. അത് അവിടെ വന്ന് വീട് റെയ്ഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വീണ വിജയന്റെ
വീടായതുകൊണ്ട് റെയ്ഡ് ചെയ്തതാണ്, അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതാണ്. അപ്പൊ ആരായി? CPM-കാർ. അപ്പൊ അതുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക് എന്താണ് പറയുന്നതെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പറയണം. ഈ വായിൽ തോന്നിയ കോതയ്ക്ക് പാട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടിങ്ങനെ ഒരു ചെല്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിന്റെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും കേരളത്തിലെ ജനങ്ങളോട് വില പോവില്ല. നീ ആരെയെങ്കിലും നീയും വേണമെങ്കിൽ BJP-യിൽ പോവും. അറിയാം എത്രയോ പേര് പോകുന്നത്. അതുള്ള കുട്ടി ഇപ്പൊ CPM-കാരനല്ലായിരുന്നു, അവൻ അവസാനം BJP പോയില്ലേ? അപ്പൊ അതുപോലെ നീയും BJP പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുക. ഇപ്പൊ AK ബാലൻ എന്ന് പറഞ്ഞാൽ എന്ന് വേണമെങ്കിലും ചാടാൻ നിൽക്കുകയാണ് വിജയരാഘവനും. ഇവനൊക്കെ ഏത് ചെറ്റത്തരം കാണിക്കും. അപ്പൊ അതുകൊണ്ട് നീ BJP പോകാനാണെങ്കിൽ CPM-നെ നശിപ്പിക്കാനാണ് നീ കൊട്ടേഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അത് നേരത്തെ പറയണം. കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരു ആളെന്ന് പറയുന്ന ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്നിട്ടാണ്. 10-40 സീറ്റ് വരെ ഉണ്ടായിരുന്നു പാർലമെന്റിലെ CPM-ന്. ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പറയും കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസിനെ നിങ്ങളെല്ലാവരും കൂടെ തന്നെയാണ്, അതായത് BJP-യുടെ കൂടെ അനവസരത്തിൽ മുന്നണി ഉണ്ടാക്കിയാണ് കോൺഗ്രസിനെ നിങ്ങളെല്ലാം കൂടെ വരുത്താൻ ശ്രമിച്ചത്. അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് സ്വപ്നം കൊണ്ട് നടക്കുന്ന പിണറായി വിജയനായിരുന്നാലും നിന്നെ പോലുള്ള ചെറ്റകളും ആദ്യം അത് മനസ്സിലാക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ RSS സംഘപരിവാർ ശക്തികളുടെ വിളയാട്ടമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ ഇന്ത്യയിൽ അവരെ എതിർക്കണമെങ്കിൽ, RSS സംഘപരിവാറുകാരെ എതിർക്കണമെങ്കിൽ ഇവിടെ ഒരൊറ്റ പാർട്ടിയുള്ളൂ. അതിനോടൊപ്പം ചേർന്ന് നിന്ന് അവരെ എതിർത്ത് തോൽപ്പിച്ച് ഭരണം പിടിക്കണമെങ്കിൽ കോൺഗ്രസും UDF-ഉമായിട്ടൊക്കെ നിങ്ങളൊക്കെ ചേർന്ന് നിൽക്കണം. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തോടു കൂടി നമ്മളെല്ലാം ചേർന്ന് നിന്നാലേ അതിന് കഴിയുള്ളൂ. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഇട്ട് വാലിട്ടാട്ടി എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്, വാലിട്ട് അടിക്കുന്ന ഒരു പക്ഷി. അത് വിചാരിക്കും ഞാനിട്ട് വാലിട്ട് അടിക്കുമ്പോൾ ഈ ഭൂമിയെല്ലാം കുലുങ്ങുന്നതാണ്. അങ്ങനെ നീ വിചാരിക്കരുത്. നീ ഇട്ട് അടിക്കുമ്പോഴത്തേക്ക് കുലുങ്ങൂല ഈ ഭൂമിയൊന്നും. അത് നീ മനസ്സിലാക്കണം. നിന്റെ കഴിവുകേട് എന്താണെന്ന് നീ സ്വയം മനസ്സിലാക്കി തെറ്റ് തിരുത്തി മുന്നോട്ട് പോയാൽ നിനക്ക് നല്ലതാണ്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. തൽക്കാലം നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.